ഹായ് ഓൾ, വെൽക്കം ടു കരിയർ മലയാളം 24/7. എൻ്റെ പേര് ജിജി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആക്സിസ് ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. എല്ലാ ദിവസവും 8 മണിക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. വീഡിയോസ് ഹൈപ്പ് ഒക്കെ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ ഞാൻ അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാണ് ഹയറിംഗ് പ്രോസസ്. ആദ്യം ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത് കേട്ടോ. ആദ്യം ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കൊടുക്കുകയാണ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ആണ് വരുന്നത്. അസസ്മെന്റ് ടെസ്റ്റില് നമ്മൾ നോർമലി ഒരു പ്രൈവറ്റ് ജോലിക്ക് ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ അതേപോലെ തന്നെയാണ് ഇവിടെയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് എന്തായിരുന്നു ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെയും എന്തുണ്ട് ഒരു അസസ്മെന്റ് ടെസ്റ്റ്. അങ്ങനെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഇവിടെ വരുന്നു. അപ്പൊ അങ്ങനെ അസസ്മെന്റ് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ എന്താ അടുത്ത് നമ്മൾ സംഭവിക്കുന്നത്, 2 സ്റ്റേജ് ഓഫ് ഇന്റർവ്യൂ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, 2 സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂ. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കരിയർ 24/7ന്റെ ഇന്റർവ്യൂ ആണ്. രണ്ടാമത്തത് ആക്സിസ് ബാങ്കിന്റെ ഇന്റർവ്യൂ ആണ്. അങ്ങനെയാണ് 2 സ്റ്റേജ്. അപ്പൊ നമുക്കറിയാം യൂഷ്വലി പോലെ തന്നെ ആദ്യത്തെ സ്റ്റേജ് നമ്മളെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് ഇന്റർവ്യൂ ആയിരിക്കും. രണ്ടാമതാണ് ശരിക്കത്തെ ഇന്റർവ്യൂ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആദ്യം നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനാണ് കരിയർ 24/7ന്റെ പാനല്. അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പൊ ഇന്റർവ്യൂ ഒക്കെ അല്ലേ, അപ്പൊ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. ഇന്റർവ്യൂ അല്ലേ, നമുക്ക് ഒരു ഡൗട്ട് അങ്ങനെയൊക്കെ നാച്ചുറലി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വെർച്വൽ ഇന്റർവ്യൂ ആണ്. വെർച്വൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കാം. അപ്പൊ ഉറപ്പായിട്ടും എന്തായിരുന്നു, അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നത് ഭയങ്കര നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതാണ് വെർച്വൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ വെർച്വൽ ഇന്റർവ്യൂ എന്ന് മാത്രമല്ല, പിന്നെ ഇവിടെ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ 2 സ്റ്റേജും വെർച്വൽ ഇന്റർവ്യൂ. അപ്പൊ ആക്സിസ് ബാങ്കിന്റെ ഇത് കഴിഞ്ഞ ഉടനെ എന്തായിരുന്നു, ഉറപ്പായിട്ടും അടുത്ത ഒരു ഇതിൽ വരും. അപ്പൊ അടുത്തത് എന്താണ് വരുന്നത്, ആക്സിസ് ബാങ്ക് കഴിഞ്ഞു എന്ന് വെച്ചാൽ അടുത്തത് എന്താണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് എന്തായിരുന്നു നമ്മുടെ ലൈക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ. നിങ്ങൾ ട്രെയിനിലേക്ക് നടക്കുവാണ്. ഓക്കെ, ട്രെയിനിലേക്ക് നടക്കില്ല, ട്രെയിനിങ്ങിലേക്ക് പോവാണ്. അപ്പോ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു, അപ്പോ ഈ ട്രെയിനിങ്ങില് നിങ്ങൾ ട്രെയിനി ആയിട്ട് ഡെപ്യൂട്ടി മാനേജറിന്റെ ഒരു ട്രെയിനി ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു, നമുക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് നിൽക്കാൻ പറ്റും. ഇപ്പൊ ലൈക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മളൊരു ട്രെയിനി ആയിട്ട് പോയി അപ്പൊ നമുക്ക് തോന്നും ഇപ്പൊ ട്രെയിനി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണോ നമുക്ക് ഇതുള്ളത്. അപ്പൊ ട്രെയിനി ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ അടുത്തൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്തത്, ട്രെയിനി ആയിട്ട് പോകുമ്പോൾ സാലറി ഉണ്ടാവും, അങ്ങനെ കുറച്ച് കൺസേൺസ് ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചും പറയാം. നമുക്ക് ഇതിന്റെ ട്രെയിനി ആയിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് സാലറി കിട്ടും. അപ്പൊ ഇതിന്റെ പാക്കേജ് ഇങ്ങനെയാണ്. അപ്പൊ ആദ്യത്തെ 2 മാസം 4 മൊഡ്യൂൾ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 മാസം എന്ന് പറയുന്നത് ഓൺലൈൻ ആയിരിക്കും. കാരണം നിങ്ങൾ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും. അവർ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം നോട്ടീസ് പീരീഡ് ഉണ്ട്. ഓൺലൈൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള എന്തായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള 2 മാസം അത് ഓഫ്ലൈൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ പൂനെയിലാണ് പോകേണ്ടത്. അപ്പൊ പൂനെയിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റൈപ്പൻഡ് ആയിട്ട് ഒരു 30,000 രൂപയായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പൂനെയിൽ പോകുമ്പോൾ ഒരു സ്റ്റൈപ്പൻഡ് ആയിട്ട് ഒരു 30,000 രൂപ നിങ്ങൾക്ക് തരുന്നു. അഗൈൻ അടുത്തത് അത് കഴിഞ്ഞിട്ട് എന്താണ് അടുത്തൊരു പരിപാടി ചോദിച്ചു കഴിഞ്ഞാല്, ഈ 30,000 രൂപ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്തത് ഇന്റേൺഷിപ്പ് 2 മാസം ചെയ്യണം. ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ചസിൽ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്. ആ ഇന്റേൺഷിപ്പിന്റെ സമയം തന്നെ നിങ്ങളുടെ സാലറി, ബേസിക് സാലറി എന്ന് പറയുന്നത് 40,000 രൂപ അപ്രോക്സിമേറ്റ്ലി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് സാലറി ആയി. അത് കഴിഞ്ഞ് ട്രെയിനിങ്ങിൽ അതിലും കൂടുതലാണ് ചെയ്യുന്നത്. അപ്പോ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ്ങിന്റെ സമയത്ത് തന്നെ 10,000-40,000 രൂപയിൽ കൂടുതൽ സാലറി വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫീ പേയ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ
ആദ്യം ഒരു 25,000 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ EMI ആയിട്ട് അടച്ചാൽ മതി. നിങ്ങളുടെ ജോലി കിട്ടിയിട്ട് 6 മാസത്തിന് ശേഷം അടച്ചാൽ മതി. നിങ്ങൾക്ക് ആക്സിസ് ബാങ്ക് തന്നെയാണ് EMIയും കൂടി തരുന്നത്. കാരണം അവരുടെ ബാങ്കിലാണ് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത്. സോ ആക്സിസ് ബാങ്ക് നിങ്ങൾക്ക് EMIയും കൂടിയിട്ട് തരുവാണ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടി എന്തായിരുന്നു കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ട്. ഇനി അടുത്ത ഡൗട്ട് ഉണ്ടാവുക എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി എന്നുള്ള ഡൗട്ട് ആയിരിക്കും. അപ്പൊ ഇതിന്റെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന 6 മാസമാണ് ഇതിന്റെ വർക്ക് എക്സ്പീരിയൻസ് പറയുന്നത്. നിങ്ങൾക്ക് അത് ബാങ്കിങ്ങിൽ തന്നെ ആയിരിക്കണം എന്നില്ല, എവിടെയെങ്കിലും ഒരു 6 മാസം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബാങ്കിൽ തന്നെ ആയിരിക്കണം, അങ്ങനെ യാതൊരു നിർബന്ധമൊന്നുമില്ല. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ യെസ്, ഇനി അടുത്തത് നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എന്ത് വേണം. മിനിമം ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത്. മിനിമം ക്വാളിഫിക്കേഷനിലായിരിക്കണം നമുക്ക് മനസ്സിലാക്കേണ്ടത് ലൈക്ക് എന്താണ് ഡിഗ്രി ആണ് നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഓക്കെ, നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ആണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ അടുത്തത് നമ്മുടെ ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമുക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ വീണ്ടും കാണാം അടുത്തൊരു സെഷനിൽ. ബൈ. നാളെ രാവിലെ കാണാം, നാളെ രാവിലെ 8 മണിക്ക് കാണാം.